ബിഗ് എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. കൊടകര കുഴൽപ്പണ കേസിൽ പണമെത്തിച്ചത് BJPക്ക് വേണ്ടിയെന്ന ആരോപണം തള്ളി ED. പണമെത്തിച്ചത് ബിസിനസ് ആവശ്യങ്ങൾക്കെന്നാണ് കുറ്റപത്രം. BJPയുടെ പണമാണ് എന്നതിന് തെളിവില്ല. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ തുടരന്വേഷണത്തിന് സാധ്യതയില്ല എന്നും ED കോടതിയെ അറിയിക്കുകയാണ്. SS ശരണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരൺ, BJPക്ക് വേണ്ടിയാണ് പണം എത്തിച്ചത് എന്നത് തന്നെയായിരുന്നല്ലോ ആരോപണം. ഇപ്പോൾ ED ഇത് പൂർണ്ണമായും തള്ളുകയാണോ? എന്തൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്ന വിശദാംശങ്ങൾ? ഇക്കാര്യം ED പൂർണ്ണമായും തള്ളുകയാണ്. ആരോപണം ED പൂർണ്ണമായും തള്ളുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 2021 ഈ സംഭവം നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം പോലീസ് അന്വേഷണം നടക്കുന്നത്. അതിനിടയിൽ കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ECI രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടന്നിരുന്നത്. പിന്നീട് അന്വേഷണം വൈകുന്നതിൽ വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് അടക്കം അത് ആയുധമാക്കി മാറ്റുകയും ചെയ്തിരുന്നതാണ്. നേരത്തെ ഹൈക്കോടതിയിൽ ഈ വിഷയം വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഹൈക്കോടതി തന്നെ എത്ര കാലത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് EDയോട് ചോദിച്ചിരുന്നപ്പോൾ 2 മാസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറ്റപത്രം കലൂർ PMLA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ പണം എത്തിച്ചത് BJPക്ക് വേണ്ടിയല്ല എന്നുള്ളതാണ്. BJPയുടെ പണം എന്നതിന് തെളിവില്ല എന്നുള്ളത് കൂടിയാണ് കുറ്റപത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എത്തിച്ചത് എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പ്രധാനമായും അടിവരയിടുന്നു. ആലപ്പുഴയിലുള്ള തിരുവിതാംകൂർ പാലസ് പ്രോപ്പർട്ടി വാങ്ങുന്നതിന് ഡ്രൈവർ ഷംജീർ വഴി ധർമ്മരാജ് കൊടുത്തുവിട്ട 3.56 കോടി രൂപയാണ് കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടതെന്നുള്ളതാണ് ED ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. എന്തായാലും പോലീസ് കണ്ടുകെട്ടി അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തിയ കളവ് മുതലിന് പുറമെ ED 3 ലക്ഷം രൂപയും 8 ലക്ഷം രൂപയുടെ വസ്തുവും കണ്ടുകെട്ടുകയും ചെയ്തിരുന്നതാണ്. പ്രതികൾ 23 പ്രതികളാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. നേരത്തെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ 23 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതേ പ്രതികൾ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിലുള്ളത്. ഇതിൽ 11 പേർ കവർച്ചയിൽ പങ്കെടുത്തവരാണ്. പ്രതികളുടെ 12.88 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. 9 ലക്ഷത്തിന്റെ ഭൂസ്വത്തും 3.88 ലക്ഷത്തിന്റെ ബാങ്ക് അക്കൗണ്ടുമാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം റിപ്പോർട്ടർ പുറത്തുവിടുന്നു. അതായത്